തൊപ്പിന്റെ സ്ട്രീമിൽ തൊപ്പി പറയുന്നുണ്ടായിരുന്നു ഷമീറിന് മമ്മു ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ ആ പുള്ളിക്കാരെ കാണിക്കുന്നില്ല. പക്ഷെ വേറൊരു വീഡിയോയിൽ ഇതുപോലെ അവൻ ഇവന്റെ ഒരു ഉണ്ടാകും. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പക്ഷെ ഒരു 1 year മുന്നേ എന്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു റിയൽ ആണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യ. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിവിടെ പറയാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലോ. എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. അതായത് അവിടെ MRS ഗാങ്ങിൽ നിന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് രാത്രി ടൈമില് അവര് ഡോറ് ചാരി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് കൊടുക്കുന്നത് കണ്ടു എന്റെ അടുത്ത് പറഞ്ഞു. കണ്ടുവെന്ന് ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അതായത് അവിടെ നിന്ന് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോ ഇത് ആക്ച്വലി ഒരു ഞാൻ ആ ടൈമിൽ കേട്ടപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. എനിക്ക് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയതിൽ എവിടേക്കോ ഒരു സത്യം ഉണ്ടെന്ന്. സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എല്ലാവരുടെയും ഓടക്കൊഴി എടുത്ത് വായിലിട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ വിലയിക്കുന്നത്. അവരെല്ലാം ശരിക്കും കുണ്ടന്മാരായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്ര നല്ല കുണ്ടന്മാരുടെ ലൈവാണ് കണ്ടോളൂ. അതല്ലേ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇനി വേണമെങ്കിൽ മമ്മു പ്രഗ്നന്റ്. ഇപ്പൊ നടക്കുന്ന എല്ലാം സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും എല്ലാം വട്ടത്തിലും ത്രികോണത്തിലും കുനിഞ്ഞു കിടന്നും കിടന്നു ഇരുന്നും ഒക്കെ. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുകയാണ്. നാരായണ നാരായണ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.